ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ തായ്ലൻഡിൽ അവിടുത്തെ 7 മണിക്ക് അവിടെ ഇറങ്ങി. അതിന് ശേഷം ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയിൽ ബാക്കിയുള്ളവരും കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് റൂമിലേക്ക്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പോയത്, എത്ര രൂപയാണ്, ഗ്രൂപ്പ് വഴിയാണോ, ഏത് ഗ്രൂപ്പാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് കൂടുതലും വാട്സപ്പിലാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. തായ്ലൻഡിലെ ഫുക്കറ്റിലാണ് നമ്മൾ പോയത്. തായ്ലൻഡ് ബാങ്കോക്ക് പട്ടായ ഉണ്ട്, അവിടെ അല്ല, തായ്ലൻഡിലെ ഫുക്കറ്റിലാണ്. ഞാനും മോളും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗ്രൂപ്പിൽ വേറെ കുറേ പേരുണ്ട്, അവരൊക്കെ നമ്മളവിടെ ചെന്നതിൻ്റെ ശേഷമാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നിട്ട് ഒരു 12 മണി വരെ നമുക്ക് റൂം ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ഒരു 12 മണി 1 മണിയൊക്കെ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12 മണിയാകുമ്പോഴത്തേനും റൂം കിട്ടി. ഇപ്പോൾ റൂമിലേക്ക് കടക്കുകയാണ് കേട്ടോ. നല്ല കുഴപ്പമില്ലാത്ത ഒരു റൂമാണ്. ഇനി അന്ന് നമ്മൾ ഒരു 5:30 മണിയോട് കൂടിയിട്ടാണ് പിന്നെ നമ്മൾ പുറത്ത് പോയത് കേട്ടോ. അപ്പോൾ വന്ന് ഫ്രഷായി കുറച്ച് നേരം കിടന്നു, അങ്ങനെയൊക്കെയാണ് പിന്നെ പുറത്ത് പോയത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ റൂമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഓവനുണ്ട്, ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പുറത്തേക്ക് നോക്കുമ്പോൾ ഇതാ ഇങ്ങനൊരു വ്യൂ ആണ്. എൻ്റെ ബാക്കിൽ ഏറ്റവും ലാസ്റ്റ് കാണുന്നത് മലയാണ്, മല. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ മഴ ഉണ്ടോ, പിന്നെ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടോ, മഴ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിലൊക്കെ അങ്ങനെ കണ്ടിരുന്നു കേട്ടോ, അവിടെ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ട്, മഴ ഉണ്ട് എന്നൊക്കെ. ഞങ്ങൾക്കും ഒരു പേടി ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ നല്ല വെയിലാണ് ഉണ്ടായിരുന്നത്, മഴ തീരെ കണ്ടിട്ടില്ല. പിന്നെ നല്ല പാകത്തിനുള്ള തണുപ്പും. പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്കൊരു ചൂടെടുക്കുക, വേർത്തൊലിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല വെയിലുണ്ടെങ്കിലും അങ്ങനെ ഉഷ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ വേർത്തൊലിക്കണ സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈ ഹോട്ടലിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കും, പക്ഷേ വന്ന അന്ന് ഉണ്ടായിരിക്കില്ല. കാരണം നമ്മൾ നേരം വൈകിട്ടാണല്ലോ വന്നത്. നമ്മൾ അന്ന് അവിടെ നിന്ന് പുറത്തുനിന്ന് കഴിച്ചിട്ട് പിറ്റേ ദിവസം മുതൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെ തന്നെ ഒരു പൂൾ ഏരിയ ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. നമ്മൾ പോകുന്നത് പട്ടോങ് ബീച്ചിലേക്കാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ പട്ടോങ് ബീച്ചിലാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു എന്താ പറയുക, ഒരു ബീച്ചാണ്. ആ ബീച്ചിനോട് അടുത്തായിട്ടുള്ള കുറേ കാഴ്ചകളാണ്. ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകാൻ പോണത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 5:30-5:45 കൂടിയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ നമ്മളെ കൂടെ കുറച്ച് പേരുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ തന്നെ. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആരൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ ഇറങ്ങി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3ാമത്തെ ഫ്ലോറിലാണ് ഞങ്ങളെ റൂമുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന വണ്ടി. അപ്പോൾ ഇവരൊക്കെ അതിൻ്റെ കൂടെ പോകാനുള്ളവരാണ്. അപ്പോൾ എല്ലാവരും വരുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ പട്ടോങ് ബീച്ചിനടുത്ത് എത്തിയത്. ഈ ഒരു കോഴിയുടെ ആ ഒരു ഇതുണ്ടല്ലോ സ്റ്റാച്ചു, അതിൻ്റെ അടുത്താണ് നമ്മളെ ഇറക്കുകയും ചെയ്തത്. അതേപോലെ തിരിച്ച് നമ്മളോട് അവിടെ വന്നിട്ട് നിൽക്കാനാണ് അവർ ടൈമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു 10 മണിയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ് അവർ ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയത് കേട്ടോ. ഒരു വണ്ടിയിൽ കൊള്ളൂല, അപ്പോൾ 2 വണ്ടിയിലായിട്ടാണ്. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും ഓരോ ഭാഗത്തേക്ക് അങ്ങോട്ടും കൊണ്ടൊക്കെ മാറിപ്പോയി. ഇനിയിപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാവരും തിരിച്ച് ആ സമയത്ത് വരിക എന്നുള്ളതാണ്. അപ്പോൾ പട്ടോങ് ബീച്ച് ഇതിൻ്റെ കുറേ അങ്ങോട്ട് പോയാലാണ് കേട്ടോ. ഒരു 1.5-2 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാലാണ് ആ ബീച്ച്. അപ്പോൾ ആ ബീച്ചിലേക്ക് പോകുന്ന വഴികളാണ് ഇതൊക്കെ. ഭയങ്കര ശബ്ദത്തിലാണ് അവിടെ
പാട്ടും മ്യൂസിക്കും കാര്യങ്ങളും ഡാൻസും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക തരം. പട്ടായയിലൊക്കെ കൂടുതലും ഇങ്ങനെയൊക്കെയാണ് എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ ഫുക്കറ്റിലും ഉള്ള ഒരു സ്ഥലമാണ് ഇത്. നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുള്ളൂ. അപ്പോൾ അന്ന് ആദ്യത്തെ ദിവസം നമ്മളിങ്ങനെ വെറുതെ കാണാനായിട്ട് ഇങ്ങനെ വെറുതെ നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ ഓരോ സൈഡിലുള്ള ഓരോ ഷോപ്പുകളാണ്. അപ്പോൾ ഓരോ ഷോപ്പിലും ഇങ്ങനെ പാട്ടും ഡാൻസും കാര്യങ്ങളും ഒക്കെയാണ്. ഇങ്ങനെ ചിലതൊക്കെ നമുക്ക് നന്നായി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര സൗണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് നടക്കണം. അപ്പോൾ അവരായിട്ട് കൂടെ വരുന്നവരായിട്ട് സംസാരിക്കാനും പറ്റാത്ത അത്രയും സൗണ്ടാണ് അവിടെ. റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ കുറേ ലേഡീസ് ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, നമ്മളവിടെ ഒന്നും ഇടാത്ത പോലത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവർ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടെ മസാജ് സെൻറ്ററും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഏരിയയാണ് അവിടെ. പട്ടോങ് ബീച്ചിലെ ഞാൻ പറഞ്ഞില്ലേ 2 സൈഡിലുള്ള കൂടുതൽ ആ ഒരു ദൃശ്യങ്ങളൊക്കെ ഞാൻ പിന്നെ പോർട്രേറ്റ് മോഡിലെടുത്ത കാരണം കൊണ്ട് ഈ ഒരു വീഡിയോയിൽ അത് ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ തായ്ലൻഡ് വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ വരാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിൽ ഒരു ഗിവ് അവേ ഉണ്ട്. പട്ടോങ് ബീച്ചിൻ്റെ ആ ഒരു സ്ട്രീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഈ വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ്, ലെങ്ത്ത് കൂടിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഗീവ് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാനലിൽ കൂടുതലും സോപ്പ് മേക്കിംഗ് മെറ്റീരിയൽ അങ്ങനെയുള്ള ഐറ്റംസുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളായിരിക്കും, അത് മേക്ക് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകളായിരിക്കും കൊടുക്കുക. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.